കേരളത്തിന് വെല്ലുവിളിയായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള അണ്ണാ ഡി എം കെ പ്രകടന പത്രിക. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ ശ്രമം അനുവദിക്കില്ലെന്നും ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുന്നതിനുള്ള ശ്രമം തുടരുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. നീറ്റ് പരീക്ഷ, രാജീവ് ഗാന്ധി കൊലക്കേസ് പ്രതികളെ വിട്ടയക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളിൽ സമാന വാഗ്ദാനങ്ങളുമായാണ് ഇരു പാർട്ടികളുടെയും പ്രകടന പത്രിക പുറത്തിറങ്ങിയിരിക്കുന്നത്. തമിഴ്നാടിനെ നീറ്റിൽ നിന്ന് ഒഴിവാക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് അണ്ണാ ഡി പറയുമ്പോൾ നീറ്റ് റദ്ദാക്കുമെന്ന് DMK വാഗ്ദാനം ചെയ്യുന്നു. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികളുടെ മോചനത്തിന് നടപടിയെടുക്കുമെന്ന് DMKയും അണ്ണാ DMKയും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ പുതുച്ചേരിക്ക് ഇരു പാർട്ടികളും പൂർണ്ണ സംസ്ഥാന പദവി വാഗ്ദാനം ചെയ്യുന്നു. വിദ്യാഭ്യാസം കേന്ദ്ര പട്ടികയിൽ നിന്നും സംസ്ഥാനത്തിന്റെ കീഴിലേക്ക് മാറ്റും. സ്വകാര്യ മേഖലയിൽ ദളിത് പിന്നോക്ക സംവരണം, വിദ്യാഭ്യാസ വായ്പ എഴുതിത്തള്ളും. തിരുച്ചിറപ്പള്ളി, മധുര, സേലം നഗരങ്ങളിൽ മെട്രോ റെയിൽ, വിദ്യാർത്ഥികൾക്ക് ട്രെയിനിൽ സൗജന്യ യാത്ര, ന്യൂട്രിനോ ഹൈഡ്രോ കാർബൺ പദ്ധതികൾ നിർത്തിവെക്കും എന്നിങ്ങനെ ഇരു പാർട്ടികളും ഒരേ വാഗ്ദാനങ്ങൾ തന്നെയാണ് നൽകുന്നത്. തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ അണ്ണാ DMKയും സഖ്യകക്ഷികളും പോരാടുന്ന മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അണ്ണാ DMK 20 ലോക്സഭാ സീറ്റുകളിലാണ് മത്സരിക്കുക. സൗത്ത് ചെന്നൈ, കാഞ്ചീപുരം, കരൂർ, ഈറോഡ്, തിരുവണ്ണാമലൈ, സേലം, നാമക്കൽ, തിരുപ്പൂർ, നീലഗിരി, പൊള്ളാച്ചി, കൃഷ്ണഗിരി, അരണി, പേരാമ്പലൂർ, ചിദംബരം, നാഗപട്ടണം, മയിലാടുതുറൈ, മധുര, തേനി, തിരുവള്ളൂർ, തിരുനെൽവേലി തുടങ്ങിയ മണ്ഡലങ്ങളാണ് പട്ടികയിലുള്ളത്. 5 സീറ്റുകളാണ് BJPക്ക് നൽകിയത്. കന്യാകുമാരി, ശിവഗംഗ, കോയമ്പത്തൂർ, തൂത്തുക്കുടി, രാമനാഥപുരം എന്നിവ, ചെന്നൈ സെൻട്രൽ, ധർമ്മപുരി, ആക്കോണം, വെള്ളിയൂർപുരം, ദിണ്ടിഗൽ, ശ്രീപെരുമ്പത്തൂർ, കൂടലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ പട്ടാളി മക്കൾ കക്ഷിയും മത്സരിക്കും. വിരുദുനഗർ, കല്ലാക്കുറിച്ചി, തിരുച്ചി, ചെന്നൈ നോർത്ത് മണ്ഡലങ്ങൾ DMDAയ്ക്കും പുതുച്ചേരി മണ്ഡലം NR കോൺഗ്രസിനും നൽകാൻ ധാരണയായി. വെല്ലൂരിൽ പുതിയ നീതി കക്ഷിയും തഞ്ചാവൂരിൽ തമിഴ് മാനില കോൺഗ്രസും മത്സരിക്കും. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമെന്നാണ് സൂചന. പശ്ചിമ ബംഗാൾ ഭാഗങ്ങളിലാണ് അണ്ണാ DMK ഇത്തവണ പിടിമുറുക്കിയിരിക്കുന്നത്. പരമ്പരാഗത വോട്ടുകൾ ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. എന്നാൽ കിഴക്കൻ പ്രദേശങ്ങളിൽ വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രമാണ് മത്സരം. സംസ്ഥാന തലസ്ഥാനത്തെ 3 ലോക്സഭാ മണ്ഡലങ്ങളും 8 സീറ്റുകളിലാണ് അണ്ണാ DMK പോരാട്ടം. മധുരയിലും കോയമ്പത്തൂരും CPM-നെതിരെ യഥാക്രമം അണ്ണാ DMKയും BJPയും മത്സരിക്കും. CPI മത്സരിക്കുന്ന തിരുപ്പൂരും നാഗപട്ടണത്തും അണ്ണാ DMK എതിരാളികളാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.